പ്രീതി സോഡിയാക് പ്രസൻസ് ഓണപ്പായസമേളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മലയാളി പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പായസത്തിന്റെ രുചി പകർന്നു തരാൻ വന്നിരിക്കുന്ന ആ താരസുന്ദരികളെ സ്വാഗതം ചെയ്യാം. ഇവരെ ഓരോരുത്തർക്കും ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ലാത്ത ആൾക്കാരാണ്. ശീല ചേച്ചിയായിട്ട് എനിക്ക് എന്താ പറയുക, ഒരു ബന്ധമുണ്ട്. ഞങ്ങൾ തമ്മിലൊരു സിനിമ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ പേര് സീബ്ര വരൽ എന്നാണ്, ഇറങ്ങാനിരിക്കുന്നു. ചേച്ചിയുടെ വിശേഷങ്ങൾ പറഞ്ഞു. നല്ല വിശേഷം. ഓണായിട്ട് ചേച്ചിക്ക് ഒരു പ്രൊഡക്ഷൻ ഹൗസ് സ്വന്തമായിട്ടുള്ള ഒരാളാണ്. ചേച്ചി ഏതൊക്കെ പടങ്ങളാണ് ആദ്യം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്? ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത വീപ്പിംഗ് ബോയ് എന്ന് പറഞ്ഞൊരു സിനിമ. ശ്രീനേട്ടനായിരുന്നു അതിനകത്ത് നായകൻ. അതിനുശേഷം ഷീ ടാക്സി, കനൽ, പുതിയ നിയമം, പുത്തൻ പണം, സോളോ, എല്ലാം ഒരു നല്ല റേഞ്ചിലുള്ള സിനിമകളാണ്. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതല്ലേ? ചെയ്തതില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുതിയ നിയമമാണ്. പുതിയ നിയമത്തിൽ എല്ലാവർക്കും അറിയില്ല, ചേച്ചി ഒരു പോലീസ് ഓഫീസറായിട്ട് ഒരു നല്ല കിഡിലെന്നൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് അവസാനം വരെ അതാണ് ആ പടത്തിന്റെ സസ്പെൻസ് അല്ലേ? എല്ലാവരും ചേച്ചിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, എനിക്ക് അതാണ് ഏറ്റവും മാക്സിമം റെക്കഗ്നീഷൻ കിട്ടിയ സിനിമയാണ്. അതുകൊണ്ടാണ് അത് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അല്ല, അതുകൊണ്ടല്ല. മൂവി എനിക്ക് അതാണ് ഇഷ്ടമായത്. ഇത്രയും പ്രൊഡക്ഷൻ ആണോ ആക്ടിങ് ആണോ, ഏത് ആണ് ചേച്ചി കുറച്ചുകൂടി ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത്? എനിക്ക് ഇൻട്രസ്റ്റ് ആക്ടിങ് തന്നെയാണ്. പ്രൊഡക്ഷന് ആക്ടിങ്ങിനേക്കാൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. അതിൽ ഇൻവോൾവ് ആകാറുണ്ട്. ഹസ്ബൻഡിന്റെ സഹായിക്കാറ്? തീർച്ചയായിട്ടും. ഹസ്ബൻഡിന്റെ പേരല്ല? എബ്രഹാം മാത്യു. നമ്മൾ മലയാളത്തിലെ ഒരു ടോപ്പ് പ്രൊഡ്യൂസറിൽ ഒരാളും അദ്ദേഹത്തിന്റെ പേരും കൂടെ ഇവിടെ ചോദിക്കണമല്ലോ. ഇനി ചേച്ചി പറഞ്ഞു എന്താ പറയുന്നത്? പ്രത്യേകിച്ച് അതായത് പരിചയപ്പെടുന്ന കാര്യമില്ല. ദേവി അജിത് എൻ്റെ അടുത്ത് എന്നോട് ചോദിക്കും എൻ്റെ പേര് അറിയുമെന്ന്. അങ്ങനെയല്ല, എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല. എല്ലാവർക്കും അറിയാം. ഇതിലറിയില്ലാത്ത ആരും ഉണ്ടാവില്ല. ഞാൻ മൂവീസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ സിനിമ ഇപ്പൊ ചെയ്തത് രക്തസാക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ജിജോയുടെ കൂടെ ഒരു മേഘം മൽഹാർ ശിവൊക്കെ ചെയ്ത ജിജോയുടെ പേരായിട്ട് മുസ്ലിം ക്യാരക്ടറായിട്ട് കുറച്ചൊരു ഫെസ്റ്റിവൽ മൂവിയാണ്. അത് കഴിഞ്ഞ് പിന്നെ സായാഹ്ന വാർത്തകൾ, ധ്യാൻ, അജു, ഗോകുൽ, അതിൻ്റെ യങ്സ്റ്റേഴ്സിൻ്റെ കൂടെയാണ്. പക്ഷേ എൻ്റെ റോള് മീൻസ് അപ്പം ഇപ്പം ഞാൻ ചെയ്യുന്നതെല്ലാം പാവമായിട്ടാണ്. അല്ല, എല്ലാവരും എനിക്ക് തന്നിരുന്നത് ജീൻസ് ഇട്ടിട്ടും അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കാനും ബോൾഡായിട്ട്. ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്, ഭയങ്കര ഇമോഷണലും സെന്റിമെന്റലും ഒക്കെയാണ്. ബോൾഡാണ്. ഇപ്പം എന്തെങ്കിലും കാര്യം ഇപ്പം രാത്രി എവിടെയെങ്കിലും പോകണം, ഐ എം ബോൾഡ്. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, അങ്ങനത്തെ പേടിയില്ല. പക്ഷേ ഞാൻ വഴക്കൊക്കെ പറഞ്ഞാൽ ദേഷ്യം വരില്ല, പെട്ടെന്ന് കാര്യം. അല്ല, അതുകൊണ്ട് ഇപ്പം എനിക്ക് എല്ലാവരും സാരി കൊടുത്തിട്ട് സിമ്പിളായിട്ടുള്ള വീട്ടമ്മയായിട്ടൊക്കെ പാവമായിട്ടൊക്കെ തന്നു തുടങ്ങി. ചേച്ചി ചെയ്തല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? എല്ലാവരും എന്നെ റെക്കഗ്നൈസ് ചെയ്ത്, മീൻസ് നോർമൽ ആൾക്കാർ പോലും റെക്കഗ്നൈസ് ചെയ്ത്. ആക്ഷൻ ഹീറോ ബിജു ആയിരുന്നു. അത് ഇറ്റ് വാസ് എ ബ്ലെസ്സിങ്. ശരിക്കും പറഞ്ഞാൽ ഡയലോഗ് പോലും ഷൈൻ തന്നിട്ടില്ലായിരുന്നു. നമ്മൾ തന്നെ ഡയലോഗ് എല്ലാം ചെയ്തത്. നമ്മൾ തന്നെ ഡയലോഗ് പറയണം. സിംഗ് സൗണ്ട് ആയിരുന്നു. അങ്ങനെ ഒരു ഇല്ല, ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്കിഷ്ടമുള്ള വേറെ മൂവീസ് ഉണ്ട്. ഇവർ, സീതാ കല്യാണം, പിന്നെ ട്രിവാൻഡ്രം ലോഡ്ജ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ കനൽ. വീണ്ടും ഒരു കണക്ഷനായി. ഇവിടെ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ അഭിനയിച്ചിട്ടുണ്ട് ബിന്ദു കൃഷ്ണ. എന്നോട് പ്രത്യേകം പറഞ്ഞു എൻ്റെ ഫുൾ പേര് പറയണത്, അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു. എന്തൊക്കെയാ വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. ഞാനിപ്പോൾ ഏഷ്യാനെറ്റിലെ നീലക്കുയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇറന്നിലാവ് ഫ്ലവേഴ്സിൽ തന്നെ ചെയ്തിട്ട് വേറെ വർക്കാണ്. അതിലാണ് ഞങ്ങൾ ഒരുമിച്ച്. നെഗറ്റീവ് ക്യാരക്ടറാണ്. അവർക്കിപ്പോൾ കഴിഞ്ഞു, പക്ഷേ ഇന്നും ഞങ്ങൾ ആ വർക്കിനെ സ്നേഹിക്കുന്നത്. നമുക്ക് എല്ലാ പ്രോജക്ട്സും അങ്ങനെ ഉണ്ടാവില്ല. അതിലെ ക്യാരക്ടറും നെഗറ്റീവാണ്, എന്നിരുന്നാൽ പോലും അത്ര നല്ലൊരു വർക്കാണ്. നെഗറ്റീവിനാണ് കൂടുതൽ ഓഡിയൻസും ആൾക്കാരും ഓർത്തിരിക്കുന്നത്. സത്യം. ദേവി ചേച്ചി തന്നെ എല്ലാ ദിവസവും വന്ന് ചോദിക്കും, വീട്ടിലെല്ലാവരും പ്രാകുന്നുണ്ട് കേട്ടോ ബിന്ദുവിനെ എന്ന് പറയും. അതെ ചേച്ചി, പക്ഷെ ചേച്ചിയെക്കാളും ദുഷ്ടത്തരം ഞാൻ ചെയ്തോന്ന് സംശയം. അല്ല, അവര് അത് അകത്തേക്ക് എടുത്ത് അവരുടെ തന്നെ ഒരു ക്യാരക്ടറായിട്ട് നമ്മളെ കാണുന്ന നിങ്ങളുടെ ആക്ടിങ്ങിന്റെ അത്രയും ഒരു ടാലന്റ് കൊണ്ടാണ്, ഒരു സംഭവം കൊണ്ടാണ്. അപ്പോൾ അങ്ങനൊരു സന്തോഷമുണ്ട്. പിന്നെ ഫിലിം 2 റിലീസ് ആവാനുണ്ട്. ചന്ദ്രഗിരി, കാലം പറഞ്ഞത്, അഞ്ചരം ഞാനും തമ്മിൽ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, കിങ് ആൻഡ് കമ്മീഷണർ.
ഇപ്പൊ എന്തൊക്കെ പോകുന്നുണ്ട് പ്രോജക്ട്സ്? ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് ജോണി എസ് അപ്പ. അതിൽ ഒരു സീനേ ഉള്ളൂ, പക്ഷേ നല്ല സീനാ. പക്ഷെ അല്ല, മിക്കവാറും ഫിലിംസിലൊക്കെ ഒന്നോ രണ്ടോ സീൻസ് ഉള്ളു, പക്ഷെ അത് നല്ല കിടക്കാച്ചി സീൻസ് ആയിരിക്കും. നിസാർ സാറിന്റെ ഒരു മൂവി അത് കഴിഞ്ഞു, അതിപ്പോ ഓണത്തിന് റിലീസാണ്. അത് പേര് ലാഫിംഗ് വില്ല ഇൻ ഗിരിനഗർ. ഞാൻ പോസ്റ്റേഴ്സ് കണ്ടത്. അതെ അതെ, അതാണിപ്പോ റിലീസ് ആവാനുണ്ട്. പിന്നെ വാരിക്കുഴിയിലെ കൊലപാതകം ഓണം അടുപ്പിച്ച് റിലീസ് ചെയ്യും. അപ്പൊ ഓണം റിലീസസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് യാതൊരു ടെൻഷൻ ഇല്ല, കാരണം ഇവരൊക്കെ കണ്ടിട്ട് നല്ലപോലെ പായസം ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാരാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതല്ലേ. അപ്പൊ നമുക്ക് പായസത്തിലേക്ക് കിടക്കാം. ചേച്ചി എന്ത് പായസം ഉണ്ടാക്കുന്നത്? ഇതൊരു പ്രത്യേക പായസം. കണ്ടിട്ട് പറയാം, പേര് പറയാം. ഇതെന്താണ്? പഴമാണ് അകത്ത്, പക്ഷേ അതിന് ഇഞ്ചിപ്പഴം പായസം കേട്ടിട്ടുണ്ടോ? പഴം പായസം. ഇതിങ്ങനെ എന്ത് അത്ഭുതമല്ലേ തരേണ്ടത്. ഇങ്ങനെ പായസം ഉണ്ടോ? അങ്ങനെ പായസം ഉണ്ടാവണമെന്നുണ്ടോ? നമുക്ക് എന്ത് വേണേലും പായസം നമ്മളുണ്ടാക്കുന്ന പായസം മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കുക. ഞാനാണത്. പക്ഷെ ഇല്ല, എനിക്ക് ചേച്ചിയുടെ പുറത്ത് നല്ല ആത്മവിശ്വാസമുണ്ട് ചേച്ചി. പിന്നെ എന്താ വീട്ടിൽ സാധാരണ എന്താണ് ചേച്ചി തന്നെയാണോ കുക്ക് ചെയ്യാറ്? അല്ല, ഓണത്തിന് കുക്ക് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര കുക്കൊന്നും അല്ല കേട്ടോ. അത് അത്യാവശ്യം എല്ലാ ഓണത്തിന് നമ്മുടെ സാധാരണ വീടുകളിൽ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ അറിയാം. എല്ലാ സാധനവും ഉണ്ടാക്കാൻ അറിയാം. അത്യാവശ്യം എല്ലാം തന്നെ ഉണ്ടാക്കും. എന്നിട്ട് തന്നെയും ഇച്ചിരി ഹെൽപ്പൊക്കെ എടുക്കും, എന്നാലും ഉണ്ടാക്കും. ചേച്ചി ബോംബെയിൽ സെറ്റിൽഡ് ആയിരുന്നു, ഇപ്പോ അല്ലേ ഇവിടെ ഇങ്ങോട്ട്. അപ്പൊ ഈ പ്രാവശ്യം എറണാകുളത്ത് ആണോ ഓണം? ഇപ്രാവശ്യം എറണാകുളത്ത് ആണ് വന്നെങ്കിലും ഇവിടെ ആവാൻ സാധ്യതയില്ല. ഞങ്ങൾ തിരിച്ച് ബോംബെക്കോ അവധി വരുമ്പോഴൊക്കെ ബോംബെയിലും കുട്ടികൾ ഇവിടെ ജോയിൻ ചെയ്തു. കുട്ടികൾ ഇവിടെ ജോയിൻ ചെയ്യും. അപ്പൊ ഓണം എന്തായാലും ബോംബെ തന്നെ. എന്തെങ്കിലും വ്യത്യാസം ബോംബെയിലെ ഓണവും ഇവിടെ ഓണവും തമ്മിൽ വ്യത്യാസം. ഇവിടെ നമ്മുടെ ഓണം ആൾക്കാരൊക്കെ പേരൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ എനിക്ക് പണിയൊന്നും ചെയ്യണ്ട, അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓണത്തിന് എന്തെങ്കിലും വ്യത്യാസം? ബോംബെയിലാണെങ്കിൽ എനിക്ക് ഒരു പണിയും ചെയ്യണ്ട, ഇവിടെ ആണെങ്കിൽ അല്ല ഇവിടെ പണി ചെയ്യണം, അവിടെ ആണെങ്കിൽ വീട്ടിൽ ഒന്നും ചെയ്യണ്ട, എല്ലാവരും ചെയ്തോളൂ അല്ലേ? അപ്പൊ പായസം നടക്കട്ടെ, ഞാൻ അവിടെ എന്താ നോക്കിയിട്ട് വരാം. സംഭവമാണ്. എന്ത് പായസം? വെള്ളരിക്ക. ഇന്നിവരെന്നെ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. വെള്ളരിക്ക അല്ല, ഏറ്റവും എളുപ്പമുള്ളത് നോക്കി ഞാൻ വെച്ചതാ. വെള്ളരിക്ക എളുപ്പമാണോ? ആഹാ, സിമ്പിൾ ആണ്. അപ്പൊ ജോലി ചെയ്യാണ്ടിരിക്കുക. എനിക്ക് ഈ മധുരത്തിനെക്കാട്ടിലും ഒക്കെ ശരിക്കും ഇഷ്ടം ചിക്കൻ കറിയോ മീൻ കറിയോ. ഓണത്തിന് സമയം ആയതുകൊണ്ടാണ്. ക്രിസ്മസിന് സമയമാവും, നമുക്ക് ചേച്ചിയുടെ കൊണ്ട് ചിക്കൻ കറി എന്തായാലും ഉണ്ടാക്കിക്കണം. പിന്നെ വേറെ എന്തൊക്കെയാണ് എക്സ്ട്രാ കരിക്കുലർ? എന്താ ഹോബീസ്? ഹോബീസ് വലിയ സംഭവമായിട്ടൊന്നുമില്ല. ആം എ ഡാൻസർ, ക്ലാസിക്കൽ ഡാൻസറാണ്, ഭരതനാട്യം ഡാൻസറാണ് ഇപ്പോഴുണ്ട്. അപ്പം ഞാനൊരു 5-6 മാസമായിട്ട് കംപ്ലീറ്റ്ലി ഗുരുവായൂരായിരുന്നു അവസാനം കളിച്ചത്, കഴിഞ്ഞ മാസം. ചെയ്യുന്നുണ്ട്. അല്ല, അമ്പലങ്ങളിലാണ് കൂടുതൽ ചെയ്തു വരുന്നത്. ഷോസ് പണ്ടൊരു ഒരുപാട് ചെയ്തു, ഡാൻസ് ട്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലൈക്ക് നമ്മുടെ ജീവിതമാർഗം തേടി പോയപ്പോൾ ഞാനപ്പം എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ചുകൂടെ ഇന്നോവേറ്റീവായിട്ട്, ഇപ്പം എന്തെങ്കിലും ഒരു കരുണ പോലത്തെ എന്തെങ്കിലും സാധനം, ഒരു ഡാൻസ് ഡ്രാമ പോലെയൊക്കെ ചെയ്യണം, സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്.
കൃഷ്ണ. ഞാനിവിടെ സേമിയ എന്ത് പായസ? നമ്മൾ നോർമലി സേമിയ പാലും പഞ്ചസാരയും ചേർത്തുള്ള എളുപ്പമാണ്. പക്ഷേ സേമിയ തന്നെ ശർക്കര തേങ്ങാപ്പാലും രണ്ടും കൂടെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ചേഞ്ച് അല്ലേ? അതെ അതെ അതെ. എങ്ങനെ വീട്ടില് കുക്കിംഗ് ഒക്കെ ചെയ്യാം? കുക്കിംഗ് ഞാൻ അമ്മയുടെ അടുത്താണ് താമസിക്കുന്നത്, അപ്പോൾ അമ്മയാണ് കൂടുതൽ. അല്ല, അമ്മയുടെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരെ പറ്റി ചോദിക്കണ്ട, അതിന് എനിക്ക് തന്നെ അറിയാം. നമ്മൾ പ്രത്യേകിച്ച് ഞാനായിട്ട് ഉണ്ടാക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 2 സംഭവം പുറത്തേക്കിട്ട് പറഞ്ഞു. അയ്യോ അങ്ങനെയല്ല, ഇങ്ങനെ സ്പെഷ്യലായിട്ട് ബിരിയാണി അങ്ങനെ എന്തെങ്കിലും ബിരിയാണി ഉണ്ടാക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടാക്കും. ഇഷ്ടമാണ്, കുക്കിംഗ് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഈ ഷൂട്ടിന് പോകുമ്പോൾ നമുക്ക് എളുപ്പം നമ്മൾ എന്നും വീട്ടിൽ ചെയ്യാൻ, പക്ഷെ അറിയാം, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. ബിഫോർ മാരേജ് അറിയില്ലായിരുന്നു, പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ആവശ്യമായി വന്നപ്പോൾ എല്ലാം പഠിച്ചു. ഓണം സാധാരണ എങ്ങനെ, വീട്ടിലാണോ സെറ്റിലാണോ, എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? നമുക്ക് സെറ്റിൽ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫീല് നമ്മൾ വീട്ടിൽ കുട്ടികളും അമ്മയും ഹസ്ബൻഡ് അങ്ങനെ വീട്ടിലെല്ലാവരുമായിട്ട് കുറേ വർഷം ചെയ്യുന്ന ഒരു സീരിയൽ ആകുമ്പോൾ അത് നമുക്ക് ഫാമിലി പോലെ ആവില്ലേ? ആണ്. പക്ഷെ അപ്പോഴും വീട്ടിൽ നിന്ന് കുട്ടികൾ ആഗ്രഹിക്കില്ലേ? 2 പേരുണ്ട്. വലിയ ആള് 7th, ചെറിയ ആള് 3rd, അനന്തപത്മൻ, അദ്വൈത് കൃഷ്ണൻ. അപ്പോൾ വെക്കേഷൻ എപ്പോഴും ഹസ്ബൻഡ് നാട്ടിൽ. എൻ്റെ വീട് പാലക്കാടാണ്, ഹസ്ബൻഡ് വീട് മലപ്പുറം. അപ്പോൾ മലപ്പുറത്തെ ഓണത്തിന് എന്തെങ്കിലും വ്യത്യാസം കാണണമല്ലോ? മലപ്പുറത്തെ ഓണത്തിന് അമ്മ ഉണ്ടാക്കുന്ന സദ്യ തന്നെയാണ്. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് സദ്യ എനിക്കെപ്പോഴും സദ്യയില് കുറുക്കുകള് പണ്ടു മഹാബലി വാണൊരു കാലം മനതാരിൽ വീണ്ടും ഉണർത്തി താഴെങ്ങും പൂപ്പൊലി പാടി വരവായി തിരുവോണം വരവേൽക്കാൻ ഓണപ്പാട്ടും അഴകേറും തുമ്പപ്പൂവും മലയാളികളൊന്നായി കൂടി വരവായി മാവേലി വള്ളം കളിയും തിരുവാതിരയും കുമ്മാട്ടിക്കളിയോടക്കളികൾ ഒന്നിനു പുറകെ ഒന്നായി എങ്ങനെ ഓണത്തപ്പനെ വരവേൽക്കും ഓണക്കോടിയുടുത്തിട്ടോണ സദ്യയുമുണ്ടിട്ടു ഞാനാടും തന്നുടെ പ്രജകളെ കണ്ടു മഹാബലി പുഞ്ചിരി തൂകി മടങ്ങിയിടുന്നു പണ്ടു മഹാബലി വാണൊരു കാലം മനതാരിൽ വീണ്ടും ഉണർത്തി താഴെങ്ങും പൂപ്പൊലി പാടി വരവായി തിരുവോണം വരവേൽക്കാൻ ഓണപ്പാട്ടും അഴകേറും തുമ്പപ്പൂവും മലയാളികളൊന്നായി കൂടി വരവായി മാവേലി പൂവേ പൊരി പൂവേ പൊരി പൂവേ പൊരി പൂവേ പൂവേ പൊരി പൂവേ. ഇവിടെ എന്നിട്ട് കരിക്ക് പായസം പായസം ഇല്ല, അത് പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കഴിച്ചിട്ടില്ല. ഇത് എളുപ്പമാണോ? ഇത് വളരെ ഈസി ആയിട്ടുള്ള പായസം. ഏറ്റവും ഇഷ്ടമുള്ള പായസം ഏതാ? എനിക്ക് പാലട ഇഷ്ടമാണ്, പിന്നെ അടപ്രഥമനും പിന്നെ ഈ അമ്പലപ്പുഴ പാൽപ്പായസല്ലേ, അത് നമ്മൾ വീട്ടിലുണ്ടാക്കാം. അത് നമ്മുടെ മല്ലിക ആൻറ്റിയുടെ, മല്ലിക സുകുമാരൻ ആൻറ്റി പഠിപ്പിച്ചു തന്നാണ്. ഞാൻ അതുണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചു. അത് വളരെ ഈസിയാണ്. അതായത് 4 ഗ്ലാസ് പാല്, 1 ഗ്ലാസ് പഞ്ചസാര, 1 തവി അരി പച്ചരി, അത് നന്നായിട്ട് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വിസിൽ വെക്കരുത്. ചെറുതായിട്ട് ആദ്യം ഇങ്ങനെ സൗണ്ട് വരുമല്ലോ, ആ സമയത്ത് വിസിലിടുക. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ, അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂറെങ്കിലും അനക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല അമ്പലപ്പുഴ പാൽപ്പായസമാണ്. അതായത് ബാക്കിയെല്ലാം വെള്ള കളറായിരിക്കും, കറക്റ്റ് കുക്കിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല പിങ്ക് കളർ വരും. കണ്ടല്ലോ, ഇതിന്റെ 2 പായസമാണ് ഇപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ചേച്ചി അത് സ്പെഷ്യൽ ആണല്ലേ വീട്ടില്? അത്യാവശ്യം ഇഷ്ടമാണ് കുക്കിംഗ്. സമയം കിട്ടാറില്ല, ഉള്ള സമയത്ത് ഉണ്ടാക്കും. പിന്നെ എന്താ ഏറ്റവും ഇഷ്ടമുള്ളത് ഓണസദ്യയില്? ഓണസദ്യയില് എനിക്ക് മാമ്പഴക്കൂട്ടാൻ ഇഷ്ടമാണ്, പിന്നെ പച്ചടി, മധുര പച്ചടി, അതൊക്കെയാണ് ഇഷ്ടം. കാളൻ, പിന്നെ എല്ലാം കഴിക്കും കണ്ടറിഞ്ഞോണേ. അത് അങ്ങനെയല്ല, ഞാൻ അങ്ങനെ കുറ്റം പറയില്ല. മനസ്സ് നന്നായിരുന്നു, നമ്മൾ കഴിച്ചില്ലെങ്കിലും ഇച്ചിരി കഴിച്ചാലും ശരീരത്തിൽ പിടിക്കും. അതാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും, കാരണം എൻ്റെ അവസ്ഥ അത് തന്നെയാണ്. അപ്പൊ നമുക്കൊരു പാട്ട് 2 ലൈൻ മതി. 2 ലൈൻ. നമ്മള് പാൽപ്പായസത്തിന്റെ കഥയൊക്കെ പറഞ്ഞത് കൊണ്ട് അതിന് വൈകിയും നമ്മുടെ ക്രൂവും പിന്നെ കാണുന്ന ആൾക്കാരൊക്കെ ക്ഷമിച്ചോളാം, എനിക്കറിയാം. അങ്ങനെ വേണം. മലപ്പുഴ
ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ പോരെ. അല്ല പാട് പറയോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ പാടാൻ പറയുമ്പോൾ ആ ഒരു എന്ത് എനിക്ക് സ്കിറ്റൊക്കെ അതൊന്നും ടെൻഷൻ ഇല്ല, പക്ഷെ പാട്ട് പാടാൻ വരുമ്പോ മൈക്ക് കൈകിട്ട് ടെൻഷനാണ്. അങ്ങനെയല്ല ഇങ്ങനെയല്ല, അതുകൊണ്ടല്ലേ മൈക്ക് കൊടുക്കാതിരുന്നത്. പക്ഷെ ഇല്ല, നന്നായിട്ട് പാടി കുറച്ചുകൂടെ ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ വീണ്ടും വീണ്ടും പാടാൻ സാധിക്കും. അപ്പൊ ഇവിടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഞാൻ ഓരോരുത്തരായിട്ട് ചെന്ന് നോക്കട്ടെ എന്തായാലും. ചേച്ചി, ചേച്ചി ഫൈനൽ ടച്ച് ചെയ്യുന്ന കറക്റ്റ് സമയത്താണല്ലോ എൻ്റെ വരവ്. എന്തായാലും പരീക്ഷണം വൈകിയിലാകട്ടെ. ഇല്ലല്ല, എനിക്ക് നിങ്ങളുടെ മേലൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആണ്. വിശ്വാസം രക്ഷിക്കട്ടെ. എന്തായാലും മോശമാവില്ല. വെള്ളരിക്ക ഇങ്ങനെ ആയി തീർന്നതുണ്ടോ? അതായത് വെള്ളരിക്ക നന്നായിട്ട് അതില് അലിഞ്ഞില്ലാണ്ടായിട്ടുണ്ട്. അലിഞ്ഞ് ഞാനിങ്ങനെ തൊട്ടപ്പോ തന്നെ അതിങ്ങനെ അലിഞ്ഞ് സ്വയം പൊക്കാന്നുള്ളതാണല്ലോ. അല്ലല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, നന്നായിട്ടുണ്ട് ശരിക്കും. വെള്ളരിക്ക ഇതിപ്പോ ഇവിടെ ഭയങ്കര സിമ്പിളാണ്, ഒന്നുമില്ല ചെയ്യാൻ. ഇവിടെ ആർക്കെങ്കിലും കൊടുത്തത് വെള്ളരിക്കാന്ന് കണ്ടുപിടിക്കില്ല. ഇല്ല, അതില്ല. അത്രയ്ക്കും നല്ല ഒരു ഫിനിഷിങ് വന്നിട്ടുണ്ട്. ചേച്ചി ഒരു ഡാൻസ്, നമ്മൾ ഡാൻസ് പഠിക്കുന്ന കാര്യം കളിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞത് കൊണ്ട് ഒരു 2 സ്റ്റെപ്പ് ഞങ്ങൾ ഒരുപാട് അങ്ങനെ ഫാസ്റ്റ് ആയിട്ടൊന്നും ചെയ്യാം, ലൈറ്റ് മൂവ്മെന്റ്സ് ആയിട്ട് ചെയ്യാം കുറച്ച്. അത് ഇത്രയും നല്ലൊരു പെർഫോമൻസ് കഴിക്കുന്ന ചേച്ചി ഇങ്ങനെ അങ്ങനെയല്ല, എന്താ ഒരു ഗ്രേസ് അല്ലേ നിങ്ങൾക്ക് തോന്നിയില്ലേ? താങ്ക് യു. ഭയങ്കര എല്ലാവരും അല്ല, എന്റെ മുഴുവനായിട്ടുള്ള ഇത് കടിക്കാൻ പറ്റില്ല, മുഴുവനായിട്ട് വേണേ കാണിച്ചില്ല. വളരെ നല്ല എന്താ പറയുക, ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ആ ഏതോ ഒരു ഗുരുവായൂരൊക്കെ പോയി നിന്ന ഒരു എഫക്റ്റ് ഞങ്ങൾക്ക് വന്നിട്ട്. അയ്യോ, ഇല്ല സീരിയസ് ആയിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. എന്റെ ഭയങ്കര ഏറ്റവും ഇഷ്ടമുള്ളതാണ് കൃഷ്ണൻ ഗുരുവായൂരപ്പൻ. അത് എനിക്ക് ഫീൽ ചെയ്തിട്ടാണ് ഡാൻസ് കളിച്ചത് അല്ലേ? മേ ബി അല്ല, അതെ. പ്രീതി സോഡിയാക് പ്രസൻസ് ഓണപ്പായസമേള ചെറിയൊരു ഇടവേള. ഇവിടെ എന്താ ഇവിടെ പായസം റെഡി ആയിരിക്കുകയാണ്. ഒരു ശർക്കര പായസവും സേമിയ പായസവും കൂടെ ചേർന്ന് ഒരു ഇതില് തേങ്ങാപ്പാലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, പശുപാലല്ല. ശർക്കര ഇല്ലേ? ശർക്കര തേങ്ങാപ്പാൽ. നമ്മൾ നമ്മുടെ പാലും പഞ്ചസാര ഉപയോഗിച്ചല്ലേ തേങ്ങ കൂടുതലും. ഇല്ല, കറക്റ്റ് മധുരമാണ്, കറക്റ്റ് ആ കോമ്പിനേഷൻ. എന്നാ വലിയ കുറുകിയിട്ടുമില്ല, നല്ല കോമ്പിനേഷൻ. എന്റെ ഒരു ഫ്രണ്ടാണ് അത് പഠിപ്പിച്ചത്. ആണോ? ഞാൻ എന്തായാലും എന്റെ അമ്മയോട് പറയുന്നുണ്ട്, ഞാനല്ല എന്റെ അമ്മയോട് പറയുന്നുണ്ട് ഇപ്രാവശ്യം ഉണ്ടാക്കി നോക്കാനായിട്ട്.
കറക്റ്റായിട്ട് ഓരേക്ക് വെച്ചിട്ടുണ്ട്. വേണം ഇത് ഞാനല്ല, ഇവിടെ അഭിപ്രായം പറയും. ഞാൻ പറയാം, സൂപ്പർ, കറക്റ്റ് ആണല്ലോ ഇഞ്ചിയുടെ നന്നായിട്ട് ഇഞ്ചിയുടെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട്. പുതിയൊരു പായസം എന്തായാലും ഇപ്രാവശ്യം ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നത്. ഞാൻ എൻ്റെ പൈസ വീട്ടിൽ കൊണ്ടുപോകണില്ല. ഇത് തരുമോ? ഇത് എന്തായാലും അടുത്ത അവിടെ വന്നത് കൊണ്ട് ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട് എനിക്കുള്ളത്. ഓക്കെ. അല്ല ഇത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കേക്ക് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞെങ്കിലും പക്ഷെ ഇഞ്ചിയുടെ ഒരു വലിയ ടേസ്റ്റ് ഒന്നും അതിലില്ല. നന്നായിട്ട് കറക്റ്റ് ആയിട്ടുണ്ട്. പഴമാണ് എനിക്ക് കൂടുതൽ പഴമാണ് വന്നേക്കുന്നത്. ഷിലു, ഇഞ്ചിയുടെ ഫ്ലേവർ. ഷിലു എന്തൊക്കെയാണ് ഷിലു ഒരു കുക്കായിട്ട് ഇവിടെ പ്രൂവ് ചെയ്ത് കളഞ്ഞു. അരിപ്പായസാണ്. അങ്ങനെ കാണിച്ചതേ അല്ല. അരിപ്പായസാണോ അത്? കരിക്ക് എനിക്ക് ഫേവറേറ്റ് ഉണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ ശരിക്കും. നമ്മൾ 4 പേരും ഉണ്ടാക്കി ഒരു നന്നായിരുന്നു. അതായത് കുക്ക് ചെയ്യാൻ അറിയാവുന്ന ശരിക്കുള്ള ആൾക്കാരാണെന്ന് ഇവർ 4 പേരും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഏതാന്ന് ചോദിച്ചാൽ എന്താ പറയുക? പെട്ടു. ഉണ്ടാക്കിയതല്ലേ പറയേണ്ടി വരും. ഇല്ല, എന്നെക്കാട്ടിലും എനിക്ക് ഇഷ്ടമായി. കൂടുതൽ ഇഷ്ടമായത് എനിക്ക് അഞ്ജനയുടെ പൈസ പായസം അല്ല എനിക്ക് അങ്ങനല്ല, എനിക്ക് എല്ലാം പ്രീതി സോഡിയാക് മിക്സിയും ഗ്രൈൻഡറും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ വളരെ ഈസി ആയിട്ട് പായസം ഉണ്ടാക്കി. ഇന്നത്തെ എപ്പിസോഡ് വളരെ പെട്ടെന്ന് തീർന്നു പോയാൽ എനിക്ക് തോന്നി. എന്തായാലും എപ്പിസോഡിൻ്റെ അവസാനം ചെറിയ ഒരു പെർഫോമൻസ് ചെയ്ത് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പ്രീതി സോഡിയാക് പ്രസൻസ് ഓണം പായസമേളയുടെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ബൈ. पलचिन पल पलक मिटा लोकले